മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയെ തൊടുപുഴയിൽ വെച്ച് വധിക്കാൻ ശ്രമിച്ച മാത്യൂസിന്റെ പശ്ചാത്തലം നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നിറഞ്ഞതാണ്. സംഭവത്തിൽ മർദ്ദന ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും ഇയാളെ പിടികൂടാൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. CPMന്റെ സംരക്ഷണയിൽ തന്നെയാണ് ഇയാളെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇയാൾക്ക് വേണ്ടി സൈബർ ലോകത്തും അല്ലാതെയും ആർപ്പ് വിളിക്കുന്ന വലിയ സംഘം തന്നെ ഉണ്ട്. മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പ്രതികൾ പാർട്ടിക്കാരല്ലെന്ന പ്രചരണവും പൊളിഞ്ഞിട്ടുണ്ട്. അക്രമി സംഘങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഇടത് സൈബർ ഹാൻഡിലുകൾ നുണക്കഥകൾ നിരന്തരം മെനയുന്നുമുണ്ട്. സംഭവത്തിൽ പ്രതികളായ 5 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഇവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തെങ്കിലും ഈ ഒളിവിലാണ് എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം അക്രമി സംഘത്തെ സംരക്ഷിക്കുകയാണ് എന്ന ആക്ഷേപവും ശക്തമാണ്. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന ആവശ്യം മാധ്യമ സമൂഹത്തിൽ നിന്നും ശക്തമായി ഉയരുന്നുമുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് കേരളത്തിൽ കാര്യങ്ങൾ. മറുനാടൻ മലയാളിയെ വേട്ടയാടാൻ ശ്രമം തുടങ്ങിയിട്ട് കുറച്ചായി. ഈ എപ്പിസോഡിന്റെ അവസാന ഭാഗമാണ് തൊടുപുഴയിൽ കണ്ടത്. ശനിയാഴ്ച രാത്രി തൊടുപുഴ മാങ്ങാട്ടുകവലയിൽ വെച്ചാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങുകയായിരുന്ന ഷാജൻ സ്കറിയയെ 5 അംഗ സംഘം ആക്രമിച്ചത്. ഷാജൻ സ്കറിയ സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം. വാഹനത്തിന് അകത്തിരിക്കുന്ന ഷാജൻ സ്കറിയയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണം തടയാൻ ശ്രമിക്കുന്നതായും ഇതിൽ കാണാം. ഷാജൻ സ്കറിയ നൽകിയ വിവരങ്ങളുടെയും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ആക്രമണത്തിൽ പങ്കെടുത്ത മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവശേഷം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതായും ഷാജനെതിരെ ഇനിയും ആക്രമണം നടത്തുമെന്ന ഭീഷണി മുഴക്കിയതായും പോലീസ് കണ്ടെത്തി. മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പ്രതികളെ തിരിച്ചറിയാൻ നിർണായകമായെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴയിലെത്തിയതും വിവാഹത്തിൽ പങ്കെടുത്തതും കൃത്യമായി മനസ്സിലാക്കി പിന്തുടർന്നാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. പ്രതികൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടും അറസ്റ്റ് വൈകുന്നത് മുൻകൂർ ജാമ്യത്തിന് വഴിയൊരുക്കാനാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. പരിക്കേറ്റ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാജൻ സ്കറിയയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാജൻ സ്കറിയയെ ആക്രമിക്കാൻ ഥാറിലെത്തിയത് മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ്. ഒപ്പം 4 പേരും. ഇതിൽ 2ാം പ്രതി ഷിയാസ് ഇസ്മായിൽ ആലക്കലാണ്. ഷാജൻ സ്കറിയയെ ആക്രമിക്കാൻ വളരെ കരുതലോടുകൂടി കൊട്ടേഷൻ സംഘത്തെ DYFI നിയോഗിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തം. കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും. മാത്യൂസ് കൊലപ്പള്ളിയെ ആരാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നും വ്യക്തം. CPM, SFI, DYFIയുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമയാണ് മാത്യൂസ് കൊലപ്പള്ളി. കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന CPMന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് മാത്യൂസ് കൊലപ്പള്ളി. മറുനാടൻ എഡിറ്ററെ ഈ മാങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത് 5 പേർ ചേർന്ന് എന്ന പോലീസ് FIR വിശദീകരിക്കുന്നുണ്ട്. ആരുടെയും പേര് FIRൽ പറഞ്ഞിട്ടുമില്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന വ്യക്തവുമാണ്. പിന്നാലെയാണ് 1ാം പ്രതിയെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നിട്ടും FIRൽ പേരിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഷാജൻ സ്കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് FIR പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40-നായിരുന്നു ആക്രമണം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 182(2), 190, 191(1), 191(2), 191(3), 115(2), 381(2), 126(2), 110 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. വധശ്രമ കുറ്റവും ചുമത്തി. ഈ സാഹചര്യത്തിൽ കൊലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് നിൽക്കൽ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങൾ ആണ് എന്ന അറിവോടെ ആക്രമണം നടത്തിയതാണ് FIRൽ പറയുന്നത്. മാങ്ങാട്ടുകവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ച ഥാർ ജീപ്പ് ഇടിച്ചു. അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. അതിനെ എതിർത്ത് ആവലാതിക്കാരനെ 1ാം പ്രതി കൈ ചുരുട്ടി മുഖത്തിന്റെ ഭാഗത്ത് മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു.
ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി. രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂവെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയതും കൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തത് എന്ന് FIR പറയുന്നു. അതായത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. മാങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TA നസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു മർദ്ദനം. മുതലക്കോട് വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ ഷാജന്റെ കാറിൽ ധാറടിച്ചു. തുടർന്ന് കാർ നിർത്തിയാണ് ആക്രമണം ഉണ്ടായത്.